മട്ടാഞ്ചേരി ബസാർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബസാർ റോഡ് തടഞ്ഞു നടത്തിയ സമരം KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടകരുടെയും വ്യാപാരി വ്യവസായികളുടെയും കേന്ദ്രമായ മട്ടാഞ്ചേരി ബസാർ റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിച്ചത്. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നാളിതുവരെ പുനർനിർമ്മിക്കാത്തതെന്ന് സംയുക്ത സമിതി ചൂണ്ടിക്കാട്ടി. റോഡിലെ ഇരുവശങ്ങളിലും നിർത്തിവച്ചിരിക്കുന്ന കാനയുടെ പണിയും റോഡിന്റെ ടാറിങ്ങും പൂർത്തിയാക്കി റോഡിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് സമരത്തിലൂടെ ആവശ്യപ്പെട്ടു. സമരം KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ടും ഈ റോഡ് നന്നാക്കാത്തതിനെതിരെ ഞങ്ങളിവിടെ നിങ്ങളുടെയൊന്നും പ്രജകളായി ജീവിക്കേണ്ടവരല്ല, ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന ഒരു അറിവ് ഈ പ്രദേശത്തുള്ള അധികാരികൾക്ക് കൊടുക്കുന്നതിനാണ് ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഈ നാട്ടിലുള്ള ഓരോ റോഡിനും ആരാണ് ഉടമ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഉടമകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ഓരോ കാര്യങ്ങളിലും ഈ സർക്കാരിലേക്കും അധികാരികളിലേക്കും കൊടുക്കുന്ന നികുതി, ഈ നികുതിയിലെല്ലാം പലതരത്തിലുള്ള സെസ് ഇനത്തിലും പല രീതിയിലും നമ്മളൊക്കെ ഈ റോഡിനു വേണ്ടി പോലും പണം മുടക്കുന്നുണ്ട്. മട്ടാഞ്ചേരി ഇടവക വികാരി മോൺസിഞ്ഞോർ ആന്റണി തച്ചാറ അധ്യക്ഷത വഹിച്ചു. ശേഷം ഫാദർ സജു ആന്റണി പുന്നക്കാട്ടുശ്ശേരി, ലിനു തോമസ്, ഫാദർ ഷാർവിൻ സേവ്യർ പുത്തൻചക്കാലക്കൽ, ഷൈജു ആന്റണി, ജോസഫ് പ്രവീൺ, ബെറ്റ്സി ബ്ലെയ്സ്, PJ ഷാജി, സിസ്റ്റർ LC ജെയിൻ, ജോസഫൈൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ കേട്ടേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അറിയാം ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയും ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ നന്നാക്കാത്ത റോഡിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഒരാൾ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യമാണ് ഈ റോഡ് നന്നാക്കി തരിക, ഈ റോഡിലൂടെ സഞ്ചാരം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുന്നത്. കാരണം ഓരോ വ്യക്തിക്കും നല്ല ഭക്ഷണം, നല്ല ഉടുപ്പ്, നല്ല വസ്ത്രം എന്ന രീതിയിൽ പോലെ തന്നെ നല്ല റോഡിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശമുണ്ട്. നാളിതുവരെ ഈ റോഡ് വെള്ളക്കെട്ടായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഒരുപാട് വർഷങ്ങളായി. ഇത്രയും നാളുകളായിട്ടും നമ്മൾ ഈ മേലധികാരികളോട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷവും ഇവിടെ റോഡ് പണി നടത്താനായിട്ട് വന്നു CSMLകാർ. അവർ ചെയ്ത 2 കോൺട്രാക്ടർമാര് നേരത്തെ പറഞ്ഞു, ഇവിടെ സൂചിപ്പിച്ച മാതിരി 2 കോൺട്രാക്ടർമാരാണ് പണി നടത്തിയത്. അവര് ഏതാണ്ടൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അവര് വിട്ടുകളഞ്ഞു. അപ്പോഴും ഞാൻ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലറോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇനി കൗൺസിലറിന്റെ ഫണ്ട് റെഡിയായി കഴിഞ്ഞിട്ട് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.